ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജൂസ് മാത്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള മാത്സിലെ ഒരു ചെറിയ ടോപ്പിക്കാണ് യൂക്ലിഡിയൻ അൽഗോരിതം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ യൂക്ലിഡിയൻ അൽഗോരിതം എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 1-2 ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ചെയ്യാം. അതിനുശേഷം ഒരു 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്വയം ചെയ്യാനായിട്ട് തരുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ യൂക്ലിഡിയൻ അൽഗോരിതത്തിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് യൂക്ലിഡിയൻ അൽഗോരിതം എന്നുള്ളത് നോക്കാം. യൂക്ലിഡിയൻ അൽഗോരിതം ഈസ് എ മെത്തേഡ് ടു ഫൈൻഡ് HCF ഓർ GCD ഓഫ് 2 ഗിവൺ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് HCF എന്താണ്, അഥവാ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്താണ്, അതുപോലെ തന്നെ GCD അഥവാ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ രണ്ട് സംഖ്യകളുടെ HCF അഥവാ GCD ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണ് യൂക്ലിഡിയൻ അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ 2 സംഖ്യകൾ തരികയാണ്, AB എന്ന് പറയുന്ന 2 സംഖ്യകൾ. അപ്പോൾ അതിൻ്റെ HCF അഥവാ GCD കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു യൂക്ലിഡിയൻ അൽഗോരിതം എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് 368 784 ഇതിൻ്റെ GCD കാണാനായിട്ട് നമ്മളോട് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂക്ലിഡിയൻ അൽഗോരിതം എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട 1-2 പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ GCD ഓഫ് 78 and 120 യൂസിങ് യൂക്ലിഡിയൻ അൽഗോരിതം. അതായത് യൂക്ലിഡിയൻ അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് GCD കണ്ടുപിടിക്കണം. 78 ആൻഡ് 120 രണ്ടിൻ്റെയും GCD കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് യൂക്ലിഡിയൻ അൽഗോരിതം എന്ന് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് കാണാമെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, ഒന്ന് ജസ്റ്റ് എടുത്തെഴുതാം. GCD ഓഫ് 78 120. നമ്മൾ യൂക്ലിഡിയൻ അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് GCD കാണാനായിട്ട് ആദ്യം തന്നെ ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ സംഖ്യ നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതിൽ വലിയ സംഖ്യ ഏതാണ്, 120 വലിയ സംഖ്യ 120 അപ്പോൾ 120 നമ്മൾ എടുത്തെഴുതാണ്. 120 ഇസ് ഈക്വൽ ടു 120നെ ഈ ചെറിയ സംഖ്യയുടെ മൾട്ടിപ്പിളായിട്ട് എഴുതാൻ പറ്റണം. അഥവാ 120നെ 78 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യൻറ്റും റിമൈൻഡറും കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 120നെ 78ൻ്റെ മൾട്ടിപ്പിളായിട്ട് എഴുതാൻ നോക്കുകയാണ്. നമുക്ക് നോക്കാം. 78 ഇൻറ്റു 1, 78 ഇൻറ്റു 1 പ്ലസ് ബാക്കി റിമൈൻഡർ എത്ര വരും, 42 റിമൈൻഡർ വരുന്നത്. അതായത് 78 ഇൻറ്റു 2 നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 156 എന്നാണ്. പക്ഷേ ഇവിടെ 120 ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു തവണയാണ് 78നെ ഗുണിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 78 ഇൻറ്റു 1 പ്ലസ് 42 ഇത് എന്ന് പറയുന്നത് എന്താണ്, ഈ 42 എന്ന് പറയുന്നത് റിമൈൻഡറാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ 78ലും 42ലും വലിയ സംഖ്യ ഏതാണോ അതെടുത്ത് എഴുതാണ്. ഇവിടെ വലിയ സംഖ്യ 78 ഓക്കെ, അതായത് ഇവിടെ വരുന്ന ഫസ്റ്റ് സംഖ്യ 78 ഇസ് ഈക്വൽ ടു 78നെ ഈ 42 ചെറിയ സംഖ്യയുടെ മൾട്ടിപ്പിളായിട്ട് നമ്മൾ എഴുതണം. അതായത് 42 ഇൻറ്റു 1 പ്ലസ് എന്തുകൊണ്ടാണ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്, 2 ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക, 42 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 84 എന്ന് ആൻസർ വരും. പക്ഷേ നമുക്കിവിടെ 78 ഉള്ളൂ. സോ നമുക്ക് 42 ഇൻറ്റു 1 പ്ലസ് റിമൈൻഡർ എത്ര വരുന്നുണ്ട്, പ്ലസ് 36. അതായത് ഈ ഒരു പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ലാസ്റ്റ് ഈ ഒരു റിമൈൻഡർ 0 കിട്ടുന്നത് വരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഇതിലും വെച്ചിട്ട് വലിയ സംഖ്യ ഏതാണോ അതിനെ ചെറുതിൻ്റെ മൾട്ടിപ്പിളായിട്ട് എഴുതണം. ഇവിടെ വലിയ സംഖ്യ 42 അതിന് 36ൻ്റെ മൾട്ടിപ്പിളായിട്ട് എഴുതണം. അപ്പോൾ 36 ഇൻറ്റു 1 പ്ലസ് റിമൈൻഡർ 6 എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, 36നെ 6ൻ്റെ മൾട്ടിപ്പിളായിട്ട് എഴുതണം. 36 ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു 6
പ്ലസ് റിമൈൻഡർ എത്ര വരും? 0 എന്ന് വരും. ഓക്കെ, അതായത് 6 × 6 36 റിമൈൻഡർ. ഈ കിട്ടുന്നതാണ് റിമൈൻഡർ. അപ്പോൾ റിമൈൻഡർ 0 കിട്ടുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ റിമൈൻഡർ 0 കിട്ടുന്ന ആ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്ന ആ നോൺ സീറോ ആയിട്ടുള്ള ആ ഒരു സംഖ്യയാണ് ഇതിൻ്റെ GCD അഥവാ HCF എന്ന് പറയുന്നത്. ഇവിടെ എത്രയാണ് കിട്ടിയത്? 6 കിട്ടിയത്. സോ ഇതിൻ്റെ ആൻസർ GCD എന്ന് പറയുന്നത് എത്ര എന്ന് കിട്ടും? 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഫൈൻഡ് HCF ഓഫ് 252 ആൻഡ് 105 യൂസിങ് യൂക്ലിഡിയൻ അൽഗോരിതം. അപ്പോൾ 252ൻ്റെയും 105ൻ്റെയും HCF, ഈ HCF തന്നെയാണ് GCD എന്ന് പറയുന്നത്. 252, 105. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തത്? ആദ്യം തന്നെ ഇതിൽ വലിയ സംഖ്യ നമ്മൾ എടുക്കണം. വലിയ സംഖ്യ ഏതാണ്? 252 അപ്പോൾ 252നെ ചെറിയ സംഖ്യയുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാനായിട്ട് പറ്റണം. അപ്പോൾ 105 × 2 പ്ലസ് റിമൈൻഡർ 42 എന്ന് വരും. അതായത് 105 × 2, 105 × 2 എന്ന് പറയുമ്പോൾ 210 എന്ന് വരും. റിമൈൻഡർ 42. 105 × 3 ചെയ്യാൻ പറ്റില്ല, കാരണം 252നെക്കാളും കൂടിപ്പോകും. അപ്പോൾ 105 × 2. ഇനി നെക്സ്റ്റ് എന്താണ്? ഇതിൽ വലിയ സംഖ്യ ഏതാണ്? 105. അപ്പോൾ 105നെ 42ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതണം. അപ്പോൾ 105 = 42 × 2 പ്ലസ് റിമൈൻഡർ 21 എന്ന് വരും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ വലിയ സംഖ്യ 42ലും 21ലും വലിയ സംഖ്യ എന്ന് പറയുന്നത് 42. അപ്പോൾ 42നെ 21ൻ്റെ ടേംസിൽ എഴുതണം. 21 × 2 ആണ് 42 പ്ലസ് റിമൈൻഡർ എത്ര കിട്ടും? 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് ഇവിടെ അവസാനിച്ചു. അപ്പോൾ റിമൈൻഡർ 0 കിട്ടുന്നത് വരെയാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ റിമൈൻഡർ നമുക്ക് 0 എന്ന് കിട്ടി. അപ്പോൾ ലാസ്റ്റ് കിട്ടിയ ആ ഒരു നോൺ സീറോ ആയിട്ടുള്ള ആ ഒരു സംഖ്യ എന്ന് പറയുന്നത് 21. അതാണ് നമ്മുടെ HCF. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ HCF എന്ന് പറയുന്നത്, ഈ രണ്ട് സംഖ്യകളുടെയും HCF എന്ന് പറയുന്നത് 21 കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. അപ്പോഴേക്കും നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂസിങ് യൂക്ലിഡിയൻ അൽഗോരിതം HCF ഓഫ് 5445 ആൻഡ് 3780. ഇതാണ് സംഖ്യകൾ തന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ HCF കാണണമല്ലോ. അപ്പോൾ HCF ഓഫ് ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാണ് 5445, 3780. അപ്പോൾ വലിയ സംഖ്യകളൊക്കെ നമുക്ക് തരുമ്പോൾ GCD അഥവാ HCF കാണാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. നമുക്ക് ചെയ്ത് നോക്കാം. വലിയ സംഖ്യ ഏതാണ്? നമ്മൾ ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത്? വലിയ സംഖ്യ നമ്മൾ എടുക്കണം. അപ്പോൾ വലിയ സംഖ്യ എന്ന് പറയുന്നത് 5445 ഇതിനെ ചെറിയ സംഖ്യയുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതണം അല്ലേ? അപ്പോൾ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 3780 ഇൻറ്റു എത്ര വരും? 1 വരും. കാരണം 2 കൊണ്ട് ചെയ്യുമ്പോൾ 6000-ന് മേലെ പോവും. 5445 എന്ന് പറയുന്ന സംഖ്യകളെക്കാളും വലിയൊരു സംഖ്യയായിട്ട് കിട്ടും. സോ ഇത് ഇൻറ്റു 1 പ്ലസ് റിമൈൻഡർ വരുന്നത് 1665 എന്ന് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വലിയ സംഖ്യേനെ എടുത്തിട്ട് അതിന് ചെറിയ സംഖ്യയുടെ മൾട്ടിപ്പിൾ ആക്കുക. അപ്പോൾ വലിയ സംഖ്യ 3780, ഇതിനെ ചെറിയ സംഖ്യയായിട്ടുള്ള 1665ൻ്റെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് എഴുതണം. ഇൻറ്റു 2 പ്ലസ് റിമൈൻഡർ 450 എന്ന് വരും. ഓക്കെ, 1665 × 2 1665 എന്ന് പറയുമ്പോൾ 3330 എന്നാണ് കിട്ടുന്നത്. പ്ലസ് റിമൈൻഡർ 450 എന്ന് കിട്ടും. 2 കൂടി ആഡ് ചെയ്യുമ്പോൾ 3780 എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ വലിയ സംഖ്യ എടുക്കണം. വലിയ സംഖ്യ എന്ന് പറയുന്നത് 1665 എന്ന് പറയുന്നത് 450ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതണം. അപ്പോൾ 450 ഇൻറ്റു 3 വരും. ഓക്കെ, 450 × 3 എന്ന് പറയുന്നത് 1350 പ്ലസ് റിമൈൻഡർ എന്ന് പറയുന്നത് 315. വീണ്ടും ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ വലിയ സംഖ്യ 450 450നെ 315 ഇൻറ്റു
1 പ്ലസ് ബാലൻസ് 135 റിമൈൻഡർ വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 315 വലിയ സംഖ്യ. അതിനെ നമ്മൾ 135 ടേംസിൽ എഴുതുമ്പോൾ 135 ഇൻറ്റു 2 പ്ലസ് 45 റിമൈൻഡർ വരും. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതിൽ വലിയ സംഖ്യ 135 135നെ നമുക്ക് 45 ടേമിൽ എഴുതുമ്പോൾ 45 ഇൻറ്റു 3 135 പ്ലസ് റിമൈൻഡർ 0 എന്ന് കിട്ടും. ഓക്കെ, റിമൈൻഡർ 0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ കിട്ടിയ ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയ നോൺ സീറോ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 45. അതാണ് നമ്മുടെ ആൻസർ അഥവാ HCF എന്ന് പറയുന്നത്. 45 നമുക്ക് കിട്ടും. ഓക്കെ, അതായത് HCF ഓഫ് 5445, 3780 ഈ രണ്ട് സംഖ്യയുടെയും HCF എന്ന് പറയുന്നത് 45 നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ രണ്ട് സംഖ്യകൾ തന്നിട്ട് യൂക്ലിഡിയൻ അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് HCF അഥവാ GCD കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൽ വലിയ സംഖ്യ കൺസിഡർ ചെയ്യുന്നു, അതിനെ ചെറിയ സംഖ്യയുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുന്നു. അങ്ങനെ ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 0 കിട്ടുന്ന വരെ നമ്മൾ ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. ആ ലാസ്റ്റ് സ്റ്റെപ്പിൽ 0 റിമൈൻഡർ ആയിട്ട് വരുന്ന ആ ഒരു സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്ന നോൺ സീറോ ആയിട്ടുള്ള വാല്യൂ ആണ് അതിൻ്റെ HCF അഥവാ GCD എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സംഖ്യകൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് GCD കാണാനുള്ള ഒരു മെത്തേഡാണ് യൂക്ലിഡിയൻ അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 2 ക്വസ്റ്റ്യനാണ് ഇവിടെ തരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? യൂക്ലിഡിയൻ അൽഗോരിതം ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് LCM. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ സിംപ്ലിഫൈയിങ് ഫ്രാക്ഷൻസ്. നെക്സ്റ്റ് ഓപ്ഷൻ, ഇറ്റ് ഫൈൻഡ്സ് ദ HCF ഓഫ് 2 നമ്പേഴ്സ്. നെക്സ്റ്റ് ഓപ്ഷൻ, ബോത്ത് B and C. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ കണ്ടെത്തുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ HCF ഓഫ് 428 and 196 യൂസിങ് യൂക്ലിഡിയൻ അൽഗോരിതം. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. ആൻസർ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.